വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ന്യായീകരിച്ച് വീണ്ടും മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ തെറ്റില്ല, ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയനെന്നും CPI സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടി. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ ചതിയൻ ചന്തു പരാമർശം മുഖ്യമന്ത്രി തള്ളി. CPI LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണെന്നും CPI വഞ്ചനയും ചതിയും കാണിക്കുന്ന പാർട്ടിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറുകയറ്റിലായിരിക്കും. ഞാൻ കാറുകയറ്റിയത് ശരിയാണ്, അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. CPI എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ പാർട്ടി LDF-ലെ CPIM-നോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും കാണിക്കുന്നുവെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, കാറിൽ കയറ്റിയത് ലിഫ്റ്റ് കൊടുത്തതാണ്, അതിലിപ്പോഴും തെറ്റുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. പക്ഷേ CPI-യെ ചതിയൻ ചന്തു എന്ന് വിശേഷിപ്പിക്കുന്ന ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം? അത് തന്നെയാണ് സുജിയ. വെള്ളാപ്പള്ളി നടേശനെ തള്ളുന്നില്ല എന്നുള്ളതാണ്. അത് ആ വാചകത്തിൽ മാത്രമാണ്, ഉപയോഗിച്ച വാക്കുകളിൽ മാത്രമാണ്. ചതിയൻ ചന്തു ആണ് CPI എന്ന അഭിപ്രായം CPIM-നോ സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഇല്ല എന്നുള്ളതാണ് ആ മറുപടിയുടെ ചുരുക്കം. അതല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നോ അത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നോ പറഞ്ഞില്ല. മാത്രവുമല്ല, കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് വൈകാരികമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതായത് താൻ എടുത്ത നിലപാട് അത് തൻ്റെ നിലപാടാണ്, ബിനോയ് വിശ്വമല്ല, ഇത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലപാടെടുത്തത്. കാറിൽ കയറ്റിയത് ശരിയാണ് എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ചതിയൻ ചന്തു എന്ന പ്രയോഗത്തിലൂടെ CPI-യെ ചേർത്ത് പിടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കാറിൽ പോയതുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്കൂളുകൾ തനിക്ക് മലപ്പുറത്ത് അനുവദിച്ചില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് പരിശോധിച്ചിട്ട് മാത്രമേ മറുപടി പറയാൻ കഴിയൂ, അതിൽ തനിക്ക് വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി. എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ CPI പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെയുള്ള ഒരു അഭിപ്രായം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇല്ല എന്നുള്ളത് തന്നെയാണ് സുജയ. വിവരങ്ങൾ നൽകിയത് TV പ്രസാദ്.